പാശ്ചാത്യ ലോകത്തോട് നിങ്ങൾ പിൻപറ്റുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലതത്ബഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. നിങ്ങളുടെ പൂർവികരുടെ പാത നിങ്ങൾ അവലംബിക്കും. അന്ന് നിങ്ങൾ ദുഷിച്ചു പോകും. നിങ്ങളെ പരിഗണിക്കാൻ ആർക്കും തോന്നൂല, നിങ്ങളെ ബഹുമാനിക്കാൻ ആർക്കും തോന്നൂല, നിങ്ങളെ കണ്ടിട്ടൊരു മുഖം തരാൻ ആർക്കും തോന്നൂല. കാരണം ഇസ്ലാമീയത്തിന്റെ ഈമാനീയത്തിന്റെ ഒരു ശോഭയും നിങ്ങളെ മുഖത്തിലോ സംസ്കാരത്തിലോ മനസ്സിലോ വാക്കിലോ പ്രവർത്തനത്തിലോ ഇല്ല. നിങ്ങൾ പൂർവീകരെ പിൻപറ്റും, ചാണോട് പിൻപറ്റും, മുഴത്തോട് പിൻപറ്റും. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അവരൊരു മാളത്തിലേക്ക് പോയാൽ അതുപോലത്തെ മാളം നിങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് ആ മാളത്തിലേക്ക് നിങ്ങളും പോകും. അവരൊരു കൊടിയേന്തിയാൽ അതുപോലത്തെ കൊടി നിങ്ങളും ഏന്തും. അവരൊരു ഷർട്ട് ധരിച്ചാൽ അതുപോലെ ഷർട്ട് നിങ്ങളും ധരിക്കും. ആ ഷർട്ടിൽ എന്ത് നമ്പറാണോ എഴുതിയിരിക്കുന്നത് ആ നമ്പർ നിങ്ങൾക്കും വേണം. എന്ത് പേരാണോ എഴുതിയിരിക്കുന്നത് ആ പേര് നിങ്ങൾക്കും വേണം. അവരതാ ഉണ്ടാക്കുന്ന ഒരു കപ്പ് പോലെ അത് സ്വർണത്തിൻ്റെതാണെങ്കിൽ ഇവിടെ അത്രയൊന്നുമില്ലെങ്കിൽ ഒരു 10,000 ചെലവഴിച്ചിട്ട് ഒരു കപ്പങ്ങ് പ്രതിഷ്ഠിക്കണം. അവര് ധരിക്കും പോലെയുള്ള ഷർട്ട് ധരിക്കണം. ചെറിയ നിക്കറാണെങ്കിൽ ആ നിക്കർ ധരിക്കണം. അതുപോലെയുള്ള ജേഴ്സി ഉമ്മമാരും അണിയണം, പെങ്ങന്മാരും അണിയണം, വലിയവരും അണിയണം. 87 വയസ്സായ മലപ്പുറത്തെ മാതാവ് പോലും അങ്ങനത്തെ ജേഴ്സി അണിഞ്ഞുപോയി. ഇസ്ലാമീയത്തിൽ നിന്ന് ബഹുദൂരം അകലെയായി പോയി. പാശ്ചാത്യരോട് നിങ്ങൾ പിൻപറ്റുമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, അൽ യഹൂദ വന്നസാറ, ജൂതനസാറാക്കളോടാണോ നബിയെ? തങ്ങൾ ചോദിച്ചു, അതല്ലാതെ മറ്റാരോടാ? യജമാനനായ റബ്ബിന്റെ അടുത്തേക്ക് വരുമ്പോ ശഫാഅത്ത് ചെയ്യാൻ, റെക്കമെൻഡ് ചെയ്യാൻ, ഒന്ന് പാലത്തിലേക്ക് കൈപിടിക്കാൻ യുവതാരങ്ങളെ ലഭിക്കുമോ? മരണപ്പെടുന്ന നേരത്ത് ഒന്ന് സംരക്ഷണം നൽകാൻ, ഒറ്റക്ക് കിടക്കേണ്ട 6 അടി മണ്ണില് ഒന്ന് കൂട്ടിന് വരാൻ ഈ താരങ്ങളിൽ ആരെങ്കിലും കിട്ടുമോ? ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്ന് ചിന്തിക്കുന്ന മഹ്ശറിൽ ആരെങ്കിലും ഒന്ന് പിന്തുണ തരുമോ? അത്തരത്തിൽ പിന്തുണ തരുന്നവരെയാണ് മനസ്സുകൊണ്ട് സ്നേഹിക്കേണ്ടത്, ഭൗതിക നേതാക്കളെയല്ല, സിനിമാ താരങ്ങളെയല്ല, കായിക താരങ്ങളെയല്ല.